അപ്പോൾ എല്ലാവർക്കും എന്താണ് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഞാനിന്ന് വന്നേക്കും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് ദിവസമല്ലോ യൂസ്കിയിൽ മാത്രം വീഡിയോസ് ഇടും. അപ്പോൾ അത് മാത്രമല്ലല്ലോ അങ്ങനെ അത് മാത്രമല്ലല്ലോ എൻ്റെ ചാനൽ വരുന്നവർ കാണുന്നവർ ഗാർഡനിങ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പം വറുത്തരച്ച സാമ്പാർ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം വറുത്തരച്ച സാമ്പാർ ഞങ്ങളുടെ നാട്ടിൽ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കി തരും അതിൻ്റെ ചെറുപ്പത്തിൽ. അപ്പം ഞാൻ നോർമൽ സാമ്പാറിന് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ അതും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാമ്പാർ പരിപ്പ്, അതായത് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കഴുകി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടില്ല, അത് കാരണം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പം എന്താ ഞാനാണ് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുവാണ്. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ആ സമയം അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഫ്രീസറിൽ ഇരുന്ന കുറച്ച് പച്ചക്കറികളാണ്, അതായത് പയർ, പിന്നെ എൻ്റെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമാങ്ങയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടായ മത്തങ്ങ, പിന്നെ ഇതേ മുരിങ്ങക്കോല്, ഞാനിട്ടേക്കുന്ന പച്ചക്കറി നിങ്ങളിലുള്ളതെന്നാണ് നിങ്ങളിട്ടോ. പിന്നെ ചേന, പിന്നെ മത്തങ്ങ നമ്മുടെ വീട്ടിൽ പറമ്പിലുണ്ടായ നമ്മുടെ മത്തങ്ങയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ബീൻസ്, നമ്മുടെ പറമ്പിലുണ്ടായ ബീൻസ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും, ഇത്രയും ഉരുളക്കിഴങ്ങ് ഞാനിത് തൊലി കളയുന്നില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അങ്ങ് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തേ ഉള്ളൂ. പിന്നെ ഒരു സബോളയും ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളിയുടെ, എൻ്റെ ചുമന്നുള്ളി എനിക്ക് കടുക് വെക്കാനേ ഉള്ളൂ, അത് കാരണം. പിന്നെ പറമ്പിൽ പോയി നമുക്ക് രണ്ട് ക്യാരറ്റും കൂടെ പറിച്ചുകൊണ്ട് വരാം. ഓക്കെ, പൊങ്ങി വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് കിളച്ച് തന്നെ എടുക്കണം എന്ന് തോന്നുന്നു. അപ്പം ഞാനിതൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്കത് കുത്തിപ്പൊട്ടിച്ച് നോക്കാം നമ്മുടെ ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്യാരറ്റ് കിട്ടി. ഇവിടെ ഒരു കുഞ്ഞു ക്യാരറ്റും കൂടെ ഉണ്ട്, നിങ്ങൾ നമുക്ക് പൊക്കിയെടുക്കാം. 2 ക്യാരറ്റ് കിട്ടി. എവിടെയൊക്കെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ എടുക്കാൻ നോക്കട്ടെ. കുറേ ക്യാരറ്റ് കിട്ടി. അപ്പം ഇത് മതി നമുക്ക് തൽക്കാലം. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ക്യാരറ്റായി, ഇവിടെ ഇരിക്കട്ടെ. അതെ, നമുക്ക് കുറേ ക്യാരറ്റ് കിട്ടി കേട്ടോ. ഇനിയും ക്യാരറ്റ് ഉണ്ട്. അപ്പം നമുക്കിത് എന്നാ പറയുന്നത്, ഒന്ന് കണ്ടിച്ച് ഇടുവാണേ. ഞാൻ തൊലിയൊന്നും കളയുന്നില്ല, കാരണം നമ്മുടെ പറമ്പിലെ സ്വന്തം ക്യാരറ്റല്ലേ, ഇതിനകത്തിനെ വന്നു തൊലിയൊന്നും കളയുന്നു. നന്നായിട്ട് ഞാൻ കഴുകി മണ്ണൊക്കെ കളഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് ഒന്നും കൂടെ മണ്ണ് പോട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ ഒന്നും കൂടെ ഞാനൊന്ന് ഇടുവാണ്, കണ്ടോ. അപ്പം എന്നിട്ട് അതും കൊണ്ട് നമ്മുടെ പച്ചക്കറി കൊടുത്തിടുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ പച്ചക്കറിക്കകത്തേക്ക് ഒരു 1 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴും. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ നമുക്ക് എന്തിനാണെങ്കിലും ഒരു കുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ഉപ്പ് പിടിച്ചില്ലെങ്കിൽ ശരിയാതെ. അപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടാണ് വേവിക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ നമ്മുടെ ഈ കഷ്ണത്തിൻ്റെ ജസ്റ്റ് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഒത്തിരി ഓവർഫ്ലോ ആകും. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ വേണ്ട. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം. അപ്പം ഞാനിപ്പോൾ സ്റ്റീം ഇല്ല വെക്കാതെ ഞാൻ വേവിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ പച്ചമുളകും ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്, അത് ഞാൻ മുമ്പേ കാണിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ വിസിൽ എടുത്ത് മാറ്റിയിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ ദാറ്റ് പ്രോസസ് എവറിത്തിങ് ഇസ് സെയിം ആണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് വേവിക്കാം. ഓക്കെ, പാത്രം ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇടുവാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക്
ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ ഇരുന്നാണ്, അത് ഞാനെടുത്ത് അങ്ങോട്ട് ഇടണം. ഓക്കെ, അപ്പോൾ ഇതൊരു 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, കൊത്തൊക്കെ ഉണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ അരയ്ക്കാൻ വേണ്ടി പോകല്ലേ. പിന്നെ അരയ്ക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിലോ അല്ല അരകല്ലിലോ എങ്ങനെയാണ് അരയ്ക്കാം. ഞാൻ നമ്മൾ അരകല്ലിലാണ് അരയ്ക്കാനുള്ള നാച്ചുറൽ ടേസ്റ്റ് കിട്ടട്ടെ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു കുറച്ച് ചുമന്നുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്ര ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ്, മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടാം, അല്ലെങ്കിൽ മൊത്തമായിട്ടും ഇടാം. ഞാനിപ്പം മൊത്തമായിട്ടാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു ഒരു 4-6 മുളക് ഞാൻ വറ്റൽമുളക് ഇടുവാണ് കേട്ടോ. ഏക്കായിട്ട് നമ്മൾ അരയ്ക്കുവാണ്, വറുക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു നാച്ചുറൽ ടേസ്റ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കരിയാതെ വറുത്തെടുക്കണേ. അപ്പം നമുക്ക് ഒത്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് വറുക്കാം. പിന്നെ ഞാൻ മല്ലിപ്പൊടി വേണേൽ മല്ലിപ്പൊടി ഇടാം, മല്ലിയാണ് മല്ലി. ഇപ്പം ഞാൻ മുഴുവൻ മല്ലിയാണ് ഇടുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടു. അതാണ് നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പ് വേണം, കാരണമാണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൊണ്ട് ഇട്ടാണ് പ്രഷർ കുക്കർ വേവിച്ചേക്കണേ. അപ്പം നമുക്കിത് ഇതിൽ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അവസാനം ഇടാവേ, കാരണം മഞ്ഞൾപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ പച്ചമഞ്ഞളുണ്ട്, പക്ഷേ അത് ഇപ്പം ഇതിനകത്ത് ഇടാൻ പറ്റിയല്ലോ, പച്ചമഞ്ഞളില്ല, ഉണക്കമഞ്ഞളല്ലോ, അത് കാരണമാണ്. അപ്പം ഇതൊന്ന് വറുത്തെടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് കായും ഞാൻ പൊടിയായിട്ടാണ് ചേർക്കാൻ വേണ്ടി പോണേ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമുക്ക് ഈ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മൾ സാമ്പാർ പൊടിക്ക് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്, ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ കേട്ടോ, ഉലുവ ഇടുവാണ്. ഉലുവ കുത്തിരി ഇട്ട ഭയങ്കര കയ്പ്പായിരിക്കും, അത് കാരണമാണ് അധികം ഇടാത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അവസാനം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ എന്നാ പറയുന്നത്, കുറച്ച് കായപ്പൊടിയും ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് വറുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടും നമുക്കൊരിച്ചിരി കായവും നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമുക്കിടാം, കായപ്പൊടി. ഓക്കെ, ഇതൊന്ന് ഇച്ചിരി കായപ്പൊടിനകത്തേക്ക് ഇടണം, ഒരു 1 ടീസ്പൂണ്. അതുപോലെ തന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു പേരിന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചവ് മാറാനായിട്ടാണ് നമ്മൾ ഈ തീ ഓഫ് ചെയ്തിട്ട്. പിന്നെ കരിയും പറ്റത്തില്ലല്ലോ, അതാണ് തീ ഓഫ് ചെയ്തില്ല, പക്ഷെ ഞാൻ തീ സിമ്മിട്ടേക്കുവാണ്. ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചവ് മാറട്ടെ, അത്രയും മതി. അപ്പം നമ്മുടെ കുക്കറിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് സ്റ്റീം വരുന്നുണ്ട് കണ്ട. അപ്പം നമുക്ക് നമ്മുടെ ഓക്കെ, അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ പച്ചമണമൊക്കെ പോയിട്ട് നമുക്ക് ചൂടാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചിട്ട് കുറച്ച് പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞു. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തേങ്ങ ഇപ്പം അരച്ചേക്കുന്നത്. അപ്പോൾ ഈ അരകല്ല് കഴുകുന്ന വെള്ളം മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ വെള്ളമായിട്ടോ. പിന്നെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തുറന്ന് വെക്കാം. കുറച്ചും സ്റ്റീമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, കടുക് വറക്കാം. അപ്പം നമുക്ക് ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ എക്സ്ട്രാക്റ്റ് ഫാൻ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇച്ചിരി നേരത്തെ എക്സ്ട്രാക്റ്റ് ഫാൻ ഓൺ ചെയ്യുന്നില്ല.
ചൂടായി. നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ കടുക്. ഓക്കെ, കടുകൊന്ന് പൊട്ടുമ്പോഴത്തേനും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും കരിയാപ്പിലയും നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അത് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് വേണം വറുത്ത് വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കുക്കറിൻ്റെ ഇവിടെ സ്റ്റീൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരപ്പ് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ട്. ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായിട്ട് വെക്കാം. പിന്നെ നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ പുളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇതൊന്നും ഇല്ലാതെ അരിച്ചങ്ങ് കൊടുക്കാം. നമ്മുടെ കൈ തന്നെയായിട്ടൊരു ഫിൽറ്ററായിട്ട് ഉപയോഗിച്ച് ഞാൻ തക്കാളി ഇല്ല. അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി എന്നാ പറയുന്നത് വെണ്ടയ്ക്കായും ഒന്ന്, എനിക്കത് രണ്ടുമില്ല, തക്കാളിയും വെണ്ടയ്ക്കായും ഒന്ന് വാട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ കടുക് വറക്കത്തില്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടാലും മതി ആക്ച്വലി. നമ്മുടെ കടുക് ഒരു മണം ഇവിടെ വറുത്ത് ഇതാവുന്നുണ്ട്. നമ്മുടെ പ്രഷർ കുക്കറിലൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാതെ നല്ല കടുകൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഉള്ളിയുടെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കും. നമ്മുടെ കടുക് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറിനകത്തുള്ള മസാലയും പുളിവെള്ളവും കൂടെ ഇല്ലേ, അതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് കടുകും കൂടി അങ്ങ് ഇടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വറുത്തരച്ച സാമ്പാർ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പും കൂടി ഒന്ന് നോക്കിയേക്കണേ, എത്ര ഉപ്പുണ്ടെന്ന്. അപ്പോൾ ഈ തൃശ്ശൂരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കും ഇതിന് ചെറുപ്പത്തിലോട്ടോ. വല്ലപ്പോഴൊക്കെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരൊക്കെ ഇത് മെയിനായിട്ട് ഉണ്ടാക്കണേന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അതിന് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പ് കുറവാണ്. എനിക്ക് നന്നായിട്ട് ഉപ്പിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് BP കൂടെ കുറവല്ലേ. ഓക്കെ, അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മളിവിടെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഓക്കെ, നമ്മുടെ കറി ഇവിടെ തിളച്ച് നമ്മുടെ കടുക് വറുത്തത് ഇതിനകത്ത് ഇടുവാണ്. ഓക്കെ, സാമ്പാർ ഉണ്ടാക്കുന്നത് സെയിം ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ വറുത്തരയ്ക്കുന്ന ആ ഒരു ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാലും ഞാൻ സാമ്പാർ വറുത്തരച്ച് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഓക്കെ, നമുക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് നമ്മളെ കടുക് വറുത്തന്നെ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അടിപൊളിയല്ലേ? ഓക്കെ, അപ്പം ഞാനിത് അരച്ച സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് എൻ്റെ ചോറ് ഇവിടെ കുറേ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടി കാണിക്കാൻ. അപ്പം അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ടിട്ട് ചോറിനാൻ പോവാണ്. ഒരു മീൻ വറുത്തതും ഉണ്ട്. അടിപൊളിയല്ലേ? അപ്പം നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കുശാൻ. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ചിട്ട് നമ്മുടെ ചോറും നമ്മുടെ അടിപൊളി സാമ്പാറും കൂടെ കൂട്ടി ഒന്ന് ചോറുണ്ടിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ.
നമ്മുടെ സ്വന്തം ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ കടയിൽ മേടിക്കുന്ന ക്യാരറ്റിന് ആ ടേസ്റ്റേ ഇല്ല. ഇത് വീട്ടിലുണ്ടാക്കി വീട്ടിൽ കൃഷി ചെയ്ത് ക്യാരറ്റൊക്കെ ബീട്രൂട്ടൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് പിന്നെ കടയിൽ നിന്ന് മേടിക്കാനേ തോന്നത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ഈ വറുത്തരച്ച സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കണം, അതും കമൻറ്റിൽ ഇടുക. പിന്നെ ഞാനിടുന്ന വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നെയും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കരുത്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയില്ലെന്നാണ് എൻ്റെ വീഡിയോ കാണാനായിട്ട്. അപ്പം വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്, പക്ഷേ എനിക്ക് ആരും പറഞ്ഞു തരാനില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളുടെ സ്വന്തം സമയത്ത് നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണുക. അതിനാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് അപ്പം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.